ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനത്തിൻ്റെ വിജയകരമായ പൂർത്തീകരണം നാളെ നടക്കുകയാണ്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി സമയബന്ധിതമായി നടപ്പാക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നിലപാടിന് ഉള്ള ഒരു വിജയമാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ അതിജീവനത്തിനും സുരക്ഷയ്ക്കും ഊന്നൽ നൽകുന്ന മുട്ടത്തറയിൽ ഫിഷറീസ് വകുപ്പിൻ്റെ പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ച 332 ഫ്ലാറ്റുകളുടെ താക്കോൽദാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാളെ വൈകിട്ട് 4 മണിക്ക് നിർവഹിക്കുകയാണ്. 2 വർഷം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇതിൽ സഹകരിച്ച എല്ലാവരോടും ഫിഷറീസ് വകുപ്പിന് വേണ്ടിയുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിത ഭവനം അത് ഉറപ്പാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം വർദ്ധിച്ചു വരുന്ന കടൽക്ഷോഭവും കടൽ കയറ്റവും ഭൂമിയുടെ ലഭ്യമില്ലായ്മ, ഉയർന്ന ജനസാന്ദ്രത, തൊഴിൽപരമായ കാരണങ്ങളാൽ തീരത്ത് നിന്ന് അകലെ താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായി ഒരുപാട് കുടുംബങ്ങൾ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് 2400 കോടി രൂപ ചെലവിൽ കടലിനോട് ചേർന്ന് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള പുനർഗേഹം പദ്ധതി ആരംഭിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷൻ ഭവന പദ്ധതി കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായ ഒരു പദ്ധതിയാണ് ഇടതുപക്ഷ മുന്നണി 1-ാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്ത് നമ്മൾ ആരംഭിക്കുന്നത്. ലൈഫ് മിഷൻ ആരംഭിച്ചതിന് ശേഷം അർഹരായ എല്ലാ ഭവനരഹിതരും ഭൂരഹിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തി. തിരഞ്ഞെടുത്ത 23,356 മത്സ്യത്തൊഴിലാളി ഗുണഭോക്താക്കളിൽ 16,086 കുടുംബങ്ങൾ അതിൽ കരാർ ഒപ്പിട്ടു. ഇതിൽ 14,068 പേര് പണി പൂർത്തിയാക്കി. ലൈഫിൻ്റെ 3-ാം ഘട്ടം ഭൂരഹിതരും ഭവനരഹിതരും പ്രകാരം 14,879 ഗുണഭോക്താക്കളുടെ പട്ടിക അംഗീകരിച്ചു. അതിൽ 555 പേർ ഒപ്പിട്ടു. അതിൽ 281 പേർ വീട് നിർമ്മാണം പൂർത്തിയാക്കി. ഓഖി ദുരന്തത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട 32 തൊഴിലാളി കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 3.44 കോടി രൂപ അനുവദിക്കുകയും അവർക്കെല്ലാവർക്കും വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്തു. 2019 ഡിസംബറിലാണ് നമ്മൾ പുനർഗേഹം പദ്ധതി ആരംഭിക്കുന്നത്. ഇതിന് നമ്മൾ മുന്നോട്ട് വെച്ച മാർഗങ്ങൾ: 1, വ്യക്തികൾ സ്വന്തമായി ഭൂമി കണ്ടെത്തി വീട് വെക്കുക. 2, ഗുണഭോക്താക്കളുടെ സംഘം ഭൂമി കണ്ടെത്തി ഫ്ലാറ്റുകൾ നിർമ്മിക്കുക. 3, സർക്കാർ ഭൂമി കണ്ടെത്തി ഫ്ലാറ്റുകൾ നിർമ്മിക്കുക. നിലവിൽ 9,104 കുടുംബങ്ങളാണ് മാറി താമസിക്കാൻ സന്നദ്ധത അറിയിച്ചത്. ഇതിൽ 4,421 കുടുംബങ്ങൾ ഭൂമി കണ്ടെത്തി ജില്ലാതല കമ്മിറ്റിയുടെ അംഗീകാരം നേടുകയും 2,488 കുടുംബങ്ങൾ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. 568 കുടുംബങ്ങൾ ഭവന നിർമ്മാണം ആരംഭിക്കേണ്ടതും 779 ഭവനങ്ങൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുമാണ്.
തിരുവനന്തപുരം കാരാട് 128, ഭീമാപ്പള്ളി 20, കൊല്ലം QS കോളനി 114, മലപ്പുറത്ത് പൊന്നാനി 128. ഇവിടങ്ങളിലെ ഫ്ലാറ്റുകൾ നമ്മൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് അവർക്കെല്ലാം താക്കോൽ കൈമാറി. ഈ പ്രകാരം 2878 കുടുംബങ്ങളുടെ പുനരധിവാസം പൂർത്തീകരിക്കാനും 5361 പേർക്ക് പുനരധിവാസം ഉറപ്പാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നിലവിലുള്ള ഫ്ലാറ്റുകളുടെ വീടുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്രയും ഏതാണ്ട് 5361 പേരുടെ ഭവന നിർമ്മാണം നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രധാന ആവശ്യങ്ങളൊന്നായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണം സംബന്ധിച്ചുള്ള പ്രശ്നം. പ്രത്യേകിച്ച് വലിയതുറ ഭാഗത്ത് കടൽക്ഷോഭം മൂലം താമസ സ്ഥലവും ഭവനവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്നത് അന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ഒട്ടേറെ സന്ദർഭങ്ങളിൽ ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടു. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ തന്നെ ഭൂമി കണ്ടെത്തി മത്സ്യത്തൊഴിലാളിയെ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചത്. കൂടാതെ വീട് നഷ്ടപ്പെട്ട് വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് അവരെ പുനരധിവസിപ്പിക്കുക, ആ സമയം വരെ അവർക്ക് 5500 രൂപ വീതം വാടക കൊടുക്കാനും ഗവൺമെൻറ് തീരുമാനിച്ചു. അത് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു നടപടിക്രമമാണ് നമ്മുടെ കേരളം നമ്മൾ നടപ്പാക്കിയത്. ഇതിനുവേണ്ടി തിരുവനന്തപുരം മുട്ടത്തറ വില്ലേജിൽ ക്ഷീരവികസന വകുപ്പിൻ്റെ കൈവശം ഉണ്ടായിരുന്ന 8 ഏക്കർ ഭൂമി അവർ തുറന്ന മനസ്സോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം മത്സ്യബന്ധന വകുപ്പിന് കൈമാറി. ഈ ഭൂമിയിലെ പുനർഗേഹം പദ്ധതി പ്രകാരം 400 ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നതിനായി ഗവൺമെൻറ് 81 കോടി രൂപയുടെ ഭരണാനുമതി ഗവൺമെൻറ് വന്നതിന് ശേഷം നൽകി. നിർമ്മാണ ചുമതല ഹാർബർ എഞ്ചിനീയറിനെ ഏൽപ്പിച്ചു. ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആണ് നിർമ്മാണം നടത്തിയത്. 2023 ഫെബ്രുവരി മാസം 10 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിച്ചു. ഈ 400 ഫ്ലാറ്റുകളുടെ സമുച്ചയത്തിൽ 332 ഫ്ലാറ്റുകളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. 68 ഫ്ലാറ്റുകൾ ഇനിയും പൂർത്തീകരിക്കാനായിട്ടുള്ളതിൻ്റെ കാരണം പാരിസ്ഥിതിക അനുമതി നമുക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ 68 ഫ്ലാറ്റുകളുടെ നിർമ്മാണം നടത്താൻ കഴിയാതെ വന്നു. ഇപ്പോൾ ആ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 332 ഫ്ലാറ്റുകളോടൊപ്പം അടുത്ത രണ്ടാം ഘട്ടമായി 68 ഫ്ലാറ്റുകളും പൂർത്തീകരിച്ച് 400 ഫ്ലാറ്റുകളും നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് നമ്മൾ നൽകും. നല്ല മനോഹരമായ സൗകര്യങ്ങളോടുകൂടിയാണ് ഫ്ലാറ്റ് പണിതിട്ടുണ്ട്. ഏതാണ്ട് 20 ലക്ഷം രൂപയോളം ഒരു ഫ്ലാറ്റ് ചിലവായിട്ടുണ്ട്. ഭൂമിയുടെ വില കൂടാതെ റോഡ്, ഡ്രെയിനേജ്, നടപ്പാത, ചുറ്റുമതിൽ, വാട്ടർ കണക്ഷൻ, ഇലക്ട്രിസിറ്റി, എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വളരെ മികച്ച നിലവാരത്തിലാണ്, ഗുണനിലവാരത്തിലാണ് ഫ്ലാറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ കൂടുതൽ ദുരിത സാധ്യത മുന്നിൽ കണ്ട് കൂടുതൽ ആളുകളെ നമുക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉള്ളതിനാൽ കടകംപള്ളി വേളിയിൽ 168 ഫ്ലാറ്റുകൾക്കും വലിയതുറ സെൻറ് ആനീസ് സ്കൂളിന് സമീപം 24 ഫ്ലാറ്റുകൾക്കും നമ്മളിപ്പോൾ ഭരണാനുമതി നൽകി കഴിഞ്ഞു. നമ്മൾ നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. കൂടാതെ ഈ വർഷം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 168 വ്യക്തിഗത ഭവന നിർമ്മാണത്തിനും അനുമതി നൽകുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈഫ് പദ്ധതി പ്രകാരവും പുനർഗേഹം പദ്ധതിയിലൂടെയും സംസ്ഥാനത്തൊട്ടാകെയുള്ള ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സുരക്ഷിത പാർപ്പിടം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്.